നമ്മൾ ഒരു പുതിയ കാര്യം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇതുവരെ വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ഒരാൾ ജിമ്മിലേക്ക് പോകുന്നു, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും, ബോഡി പെയിൻ അനുഭവിക്കും, നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് വരും, നമുക്കിത് ക്വിറ്റ് ചെയ്യാൻ തോന്നും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കംഫർട്ട് സോൺ തെറ്റിച്ചിട്ട് നമ്മൾ വേറെ ഒന്നിലേക്ക് മാറണം, അല്ലെങ്കിൽ പുതിയൊരു തീരുമാനം അല്ലെങ്കിൽ പുതിയൊരു ശീലം തുടങ്ങണം എന്ന് പറയുമ്പോൾ ബ്രെയിൻ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ബ്രെയിൻ അതിനെ മാക്സിമം റെസിസ്റ്റ് ചെയ്യും. ഇതേ സാധനം തന്നെയാണ് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് വരും. പുതിയ സാധനങ്ങൾ, അതായത് വേരിയബിൾസ്, പിന്നെ ലൂപ്പ്, ഈഫ് കണ്ടീഷൻസ്, ഒരുപാട് പുതിയ സാധനങ്ങൾ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത സാധനം, ലോജിക്ക്, അതെങ്ങനെ ചെയ്യും, എറേഴ്സ്, ബഗ്സ്, ഇങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങൾ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. നമ്മൾ അതിനനുസരിച്ച് പുതിയ ലോജിക്കുകൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. നമുക്കത് പറ്റില്ല, നമുക്കത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റില്ല, ഡ്രോപ്പ് ചെയ്യാം എന്നൊരു തോന്നലുണ്ടാവും. ബട്ട് ഒരു 1 മന്ത് ആകുമ്പോഴേക്കും നമ്മളത് യൂസ് ടു ആവും. നമ്മുടെ ബ്രെയിൻ അത് ഓക്കെ, ഇത് ഡെയിലി ചെയ്ത് ഡെയിലി പ്രാക്ടീസ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിന് മനസ്സിലാവും, യെസ്, ഇത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റും. സോ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പ്രോഗ്രാമിംഗ് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും. സോ ഒരിക്കലും ആദ്യത്തെ ഒരു 1 മന്ത് നമ്മൾ പ്രോഗ്രാമിംഗ് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. അത് നമ്മുടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ്. ദാറ്റ്സ് ഇറ്റ്.